നമസ്കാരം, സലീം ഖാസിമാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറയാണ്. ഞാനിവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സജഷൻ പ്രകാരം ഞാനിവിടെ വന്നിട്ടുള്ളതാണ്, ഒരാളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. കാരണം വേറെ ഒന്നുമില്ല, ഞാനിതിന് മുമ്പ് ഒരു ലൈവ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഉമിനീര് ഇറക്കുന്ന സമയത്ത് ചെവിയുടെ അകത്തുനിന്ന് ഒരു ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട്, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം രാത്രി ഉറങ്ങാൻ ചില സമയങ്ങളിലൊക്കെ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 1-2 ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ എറണാകുളത്ത് മറ്റൊരാവശ്യമായിട്ട് വന്ന സമയത്ത് ഞാനൊരു സുഹൃത്തുമായിട്ട് ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്ത സമയത്ത് അത് എനിക്കൊരാളെ സജസ്റ്റ് ചെയ്തു തന്നു. രഘുനാഥ് അല്ലേ? ഇദ്ദേഹം ഒരു സുജോക് സ്പെഷ്യലിസ്റ്റ് ആണ്, അക്യുപഞ്ചറിസ്റ്റ് ആണ്. അക്യുപഞ്ചറിസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ എനിക്കൊരു വീഡിയോ എടുക്കണം, നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ആളുകളെ കാണിക്കണം. മാത്രമല്ല എനിക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ എന്താ എന്റെ വിഷയം എന്നുള്ളത്. ശരിക്കും എന്താ ഒരു പ്രശ്നം വരുന്നത്? ശരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്, ശരിക്കും അത് മൂളിച്ച പോലെ തോന്നുന്നുണ്ടോ നിരന്തരം, അതോ ചില സമയത്ത് ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നിട്ട് പോവുകയാണ്? മൂളിച്ച ഒന്നുമില്ല. എനിക്ക് ഉമിനീര് ഇറക്കുന്ന സമയത്ത് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നേരത്തെ ഒരു പാട പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ കാറ്റ് കയറി ഇതാക്കി ചെയ്യുന്ന സമയത്ത് ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് നമ്മൾ താഴേക്ക് വരുന്ന ചെവി ഓപ്പൺ ആയി അടയും ചെയ്യുന്നുള്ള സൗണ്ട് അല്ല. അതായത് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ചെവി അടയും. പിന്നെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെവി ഓപ്പൺ ആവുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട്, ആ സൗണ്ട്. പക്ഷെ അത് എപ്പോഴും ഇല്ല, ഈ രീതിയിലുള്ള ഇത് വരുമ്പോൾ മാത്രമാണ്. ഉമിനീര് ഇറക്കുന്ന സമയത്ത് എപ്പോഴും വരുന്നുണ്ട്. സാധാരണ നിലയിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു സൗണ്ട് മറ്റ് ബുദ്ധിമുട്ട് വരുന്നത് അതിന് ടിനിറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സ്ട്രക്ചറലായിട്ട് പോയിന്റുകൾ നോക്കും മാത്രമേ കൃത്യമായിട്ട് അത് തന്നെയാണോ, അപ്പൊ നമ്മൾ പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടിനിറ്റിസ് ആണ് അതിന്റെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ അത് തന്നെ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ സെക്ഷനായിട്ട് പോകുന്ന രീതിയിലുള്ള സെക്ഷൻ ആയിട്ട്. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് ഓവുലേഷൻ പ്രശ്നം കാരണം ഉണ്ടാവുന്ന ബ്ലോക്ക് കാരണം ഇങ്ങനെ സംഭവം ഉണ്ടാവാറുണ്ട് എന്നുള്ള ഒരു സംഭവം കേട്ടിരുന്നു. അത് നോക്കണം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്ട്രക്ചറലായിട്ട് ബ്രെയിനുമായിട്ട് നമ്മള് ചെവിയുടെ പോയിന്റുകളുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ അത് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പരിശോധിച്ചെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അധികം എക്സ്പ്ലനേഷൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മാറ്റം ഉണ്ടാവോ ഇല്ല എന്നുള്ള എനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന സെക്ഷൻ തന്നെയാണ്. പുള്ളി കോൺഫിഡന്റ് ആണ്, എന്നെ അയച്ച സുഹൃത്തും കോൺഫിഡന്റ് ആണ്. പക്ഷെ ഞാൻ എന്തായാലും എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ അതിൽ 100% നോക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണല്ലോ ടൂൾസ്. കുറച്ച് അത് നമ്മൾ കളറുകൾ ഉപയോഗിക്കുന്ന രീതിയിലാണ്. ഇത് നമ്മളൊരു തമ്പാട് എന്ന് പറയും. നമുക്ക് പ്രസിംഗ് ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്ന്, കുത്തിവെപ്പ്, ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ നമുക്ക് നീഡിലുണ്ട്, പക്ഷെ ഞാൻ നീഡിലില്ലാതെ കളർ തെറാപ്പിയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീഡിലെ ആവശ്യമില്ല. പിന്നെ ചില സെക്ഷനിൽ മാത്രം അതുപോലെ വളരെ അപൂർവമായിട്ട് ഞാൻ നീഡിൽ ഉപയോഗിക്കാറുള്ളൂ. എന്തായാലും നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ഇടത് കൈ ഇതാണ് ഈ വാച്ച്, മോതിരം എന്തെങ്കിലും മാറ്റി കുഴപ്പമില്ല. അവിടെ വെച്ചു മോതിരം വരണം. വേണ്ട, അത് ഇങ്ങോട്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ചെവിയുടെ വലതുവശല്ല പറഞ്ഞ. അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഈ തള്ളവിരലെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തലയാണ്. ഇത് നമ്മുടെ പെടലിയായിട്ട് വരും. ഇത് നമ്മുടെ തൊറാസിക്കിന്റെ ബാക്കി വരുന്ന തൊറാസിക്, ലുംബാർ, സാക്രൽ, കോക്സിക്, ഇങ്ങനെ നമ്മുടെ അനാട്ടമി വരുന്നത്, സെൻട്രൽ സിസ്റ്റം പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ തലയായി. അപ്പൊ ഇത് വരുമ്പോൾ ബ്രെയിന്റെ ബാക്ക് സൈഡ് വരും, തലയുടെ ബാക്ക് സൈഡ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ സെറിബ്രം, മെഡുല ഒബ്ലോങ്കേറ്റ, സെറിബ്രം എല്ലാം വരുന്നത് ഈ പൊസിഷനിലാണ്. അപ്പൊ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രോബ്ലത്തെയും നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് രണ്ട് സൈഡും എന്താവും, ഇത് നിങ്ങളുടെ റൈറ്റ് സൈഡും ഇത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡും. അപ്പൊ ഇത് നിങ്ങളുടെ ചെവിയുടെ പൊസിഷനാണ്, ഇത് ചെവിയുടെ പൊസിഷൻ. നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ വേദന എടുക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് കുത്തുന്ന വേദനയാണ് അല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ പോയിന്റിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രത്തോളം സിവിയറായിട്ട് വേദന ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ പ്രോബ്ലം ക്രോണിക്കാണ്. മനസ്സിലായോ? വേദന കുറവാണെങ്കിൽ ആ പൊസിഷൻ അത്രയും പ്രശ്നമില്ല എന്നുള്ള സെക്ഷനിലാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ ചെവിയുടെ റൈറ്റ് സൈഡ്, ചെവിയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോലത്തെ വരും. ഉണ്ടോ? വേന ഉണ്ടോ? കൈ വരയ്ക്കാൻ തുടങ്ങി ആ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ. അപ്പൊ അത് നമ്മൾ അതിന്റെ കറക്റ്റ് പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ വേന ഉണ്ട്. നല്ല വേദന, ഭയങ്കര വേദന. കാരണം ഇത് വേദനയുണ്ട്, പക്ഷെ ഇവിടെ സഹിക്കാൻ വരാത്ത വേദന, ഭയങ്കര വേദന, കൈ വലിക്കാൻ തോന്നും.
അപ്പം ഇവിടെ നോക്കാം നമുക്കിത് ഈ പെയിൻ എവിടെ വരെ റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നോട് നോക്കണം. ചിലപ്പോൾ അത് നമ്മുടെ ജോയിലേക്ക് വരാം. ഇപ്പൊ ചിലർക്ക് ജോയിലേക്ക് വന്നിട്ട് ഇത് ലോക്കാവും, അധികം ഓപ്പൺ ചെയ്യാൻ പറ്റൂല. പല ആൾക്കാരും വന്നിട്ട് ഓപ്പൺ ആകുന്നില്ല, ഒരു ചെറിയ ലഡു വായിലേക്ക് വെക്കാൻ പറ്റൂല, അപ്പൊ കുറച്ച് വാവളി വീഴും, അപ്പൊ ഇത് ലോക്കാവും ഇവിടെ. അപ്പൊ നമ്മൾ ആ പർട്ടിക്കുലർ പോയിന്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഓപ്പൺ ആവും. അത്ര സിമ്പിൾ ആണ് നമ്മുടെ. പക്ഷെ വർഷങ്ങളായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കേസിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ചെയ്തിട്ട് ഒരു അത്ഭുതപ്പെട്ടു പോയിട്ട് അതാ ഞാൻ പറഞ്ഞത് ഓരോ സെക്ഷനിൽ. ഇപ്പൊ നമ്മൾ പ്രസ് ചെയ്യുന്ന ഉണ്ടോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടില്ല, ഉണ്ടോ ഉണ്ടോ, എന്താ ഇവിടെ വേദന എടുക്കാത്ത? ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ, പോയിന്റ് ഉണ്ടോ, ഉണ്ടോ? ഇവിടെ നല്ല വേദന, ഇവിടെ കുത്തും വേദനയില്ല, കാരണം അത് മുകളിലോട്ടുള്ള ഭാഗം, അതുകൊണ്ട് അവിടെ വേദന എടുക്കാത്തത്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്നെയും പറ്റിക്കാൻ പറ്റൂല, എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. കറസ്പോണ്ടൻസ് അത്രയും ക്ലാരിറ്റിയോടെ ഉള്ളതായിരിക്കും. ഇപ്പൊ ചെവിയുടെ പോയിന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വേദന എടുക്കുന്നത്. ഇപ്പൊ ഈ വേദന എങ്ങോട്ടൊക്കെ പോകുന്നു നോക്കാം, ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ടോ നോക്കാം, ജോയിയുടെ അങ്ങോട്ട് ഉണ്ടോ, ഇല്ല, ഇങ്ങോട്ടും ഇല്ല, ഉണ്ടോ? പക്ഷെ ഈ പോയിന്റ് ഉണ്ടോ, ഇത്രയും പോയിന്റ് ആണ് നമുക്ക്. ഇനി നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ അകത്തേക്കുള്ള ഇതുണ്ട്, അതിന്റെ സ്ട്രക്ചറലായിട്ടുള്ള ഉമിതിരുന്ന് സോൾവ് ചെയ്ത് വിഴുങ്ങിക്ക്. അപ്പൊ നിങ്ങൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ടെസ്റ്റിംഗിലേക്ക് നോക്കാം. അപ്പം ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, കണ്ണടച്ച് പതുക്കെ 1 2 3 റിലാക്സ്. ഇപ്പം നമ്മൾ നേരത്തെ കുത്തിയ അതേ പോയിന്റിൽ തന്നെ ഞാനൊന്ന് സ്റ്റിമുലേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ വേദന ഉണ്ടോ അവിടെ? ഇല്ല. ഇതാണ് എൻ്റെ ഒരു ആദ്യത്തെ സൈൻ. ഞാൻ എത്രത്തോളം പ്രസ് ചെയ്യുന്ന അവിടെ ഹീലിംഗ് നടക്കുക, അതനുസരിച്ച് ആ വേദന കുറഞ്ഞു വരും. അപ്പൊ അത് നമ്മൾ ഹാർട്ടിലായാലും ലിവറിലായാലും കിഡ്നിയിലായാലും സ്പ്ലീനിലായാലും സർവൈക്കലായാലും എവിടെ കുത്തിയാലും ആ വേദന കുറയുന്നതനുസരിച്ച് നമ്മൾ സാധാരണ നിലയിൽ കുത്തുമ്പോൾ വെയിൻ വരുന്ന 100% പക്കായി. അതാണ് എന്റെ ട്രീറ്റ്മെന്റ് സെക്ഷൻ. പിന്നെ നമ്മൾ ഫംഗ്ഷൻ ലെവലിലുള്ള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറും. അപ്പൊ ഈ വേദന കുറയുന്നതാണ്. ഇതാണ് എന്റെ സൈൻ കാണിക്കുന്നത്, ഇതാണ് വേദന ഉണ്ടോ. അപ്പൊ അത് കുറഞ്ഞു. ആദ്യത്തെ വേദന റിലാക്സ്, കണ്ണടച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഹാർഡായിട്ടുള്ളത് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു ഹാർമണൈസ് ആയി, ഒരു സെൻസിറ്റിവിറ്റി മാറിയിട്ട് സൗണ്ട് അതേപോലെ പക്ഷേ സെൻസിറ്റീവ് അതിനാണ് കുറവ് കാണിക്കുന്നത്. ഇനി നമ്മുടെ റൈറ്റ് ചെവിയിലേക്കൊന്ന് മനസ്സിനെ കൊടുത്തു നോക്കി. അപ്പൊ അവിടെയുള്ള ആ സിംറ്റം, ഇപ്പൊ നമ്മുടെ ഉള്ള പ്രോബ്ലത്തിന് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ, കുറച്ചുകൂടി ഒരു ഗുഡ് ഫീലിങ്സ് കിട്ടുന്നുണ്ടോ എന്നാണ്. പോയിന്റ് വ്യതിയാനം വന്നിട്ടുണ്ട്. അത് പോയിന്റ് നമ്മളിപ്പോ എത്ര സമയം എടുത്തു അല്ലേ? നമ്മൾ എത്ര സമയം എടുത്തു? അപ്പൊ വളരെ പോയിന്റ് തന്നെ അത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളർ എന്ന് പറയുന്നത് 30 to 45 minutes ഇരിക്കണം. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് ആ സിംറ്റം തിരിച്ചറിയാം. അതാണ് നമ്മുടെ കളറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ചെറിയ സെക്ഷൻ ഹെയർ വരുന്നുള്ളൂ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക് നേരത്തെ ചെയ്തതിനേക്കാൾ ഒരു ചെറിയ സെൻസിറ്റിവിറ്റിയിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അതിന് മാറ്റം. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചാൽ ഇത് കിട്ടൂല. മരുന്ന് കഴിച്ചാൽ അത് ഒത്തിരി ഫംഗ്ഷൻ ചെയ്യുന്ന സാധനം മരുന്ന് എന്ന് പറയുന്നത്. ഉടനെ തന്നെ അത് കിട്ടി, പിന്നെ നമുക്ക് കുറഞ്ഞു വരണം. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ എനർജി ഡയറക്റ്റ് ആയിട്ട്. പിന്നെ വേറൊന്നുണ്ട്, ഈ സെൻസിറ്റിവിറ്റിന്റെ എന്ന് പറഞ്ഞാൽ ഈ ചില സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സെൻസിറ്റിവിറ്റി മാറിയും വരികയും ചെയ്യുന്നുണ്ട് ഇതിൽ വരാം. പക്ഷെ നമ്മളിപ്പോ ഞാൻ വരുന്ന സമയത്ത് കുറച്ച് സെൻസിറ്റിവിറ്റി കൂടുതലുണ്ട്, കാരണം ഞാൻ AC ഇട്ടിട്ട് വണ്ടിയിൽ വന്നോണ്ട്. ഓക്കെ. പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ നമ്മൾ ഇരുന്ന സമയത്തുണ്ടായിരുന്ന നിങ്ങളുടെ ആ ചെവിക്കകത്തുണ്ടായിരുന്ന ആ സിറ്റുവേഷൻ എന്തായിരുന്നോ അത് ഇന്ന് കുറച്ച് മാറ്റം വന്നിട്ട് അത്രയും മതി നമുക്ക്. അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെ ഈ ഭാഗത്ത് ചെറിയൊരു ഇവിടെ അല്ലേ? ഓക്കെ. ഈ പോയിന്റ് കണ്ടോ, കൈ അന്നേരം നിങ്ങൾ വലിച്ചുണ്ടോ, ഞാൻ അത്ര നല്ല സിവിയർ വേദന ഉണ്ടോ. അപ്പൊ ഈ വേദന ഉണ്ടോ, ആ പോയിന്റ് ഇല്ല, ഇത് അകത്തുള്ള സെക്ഷനാണ് കണ്ടോ. ഉണ്ടോ, ഇതൊന്ന് തൊട്ടുണ്ടോ, ഇപ്പൊ ഭയങ്കര വേദന. ഇപ്പൊ തൊട്ട ഉടനെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കട്ടെ, കുറവാ. അപ്പൊ ഈ പോയിന്റ് ആണ് എന്റെ വേദന കണ്ടോ. ഓക്കെ, ഇങ്ങോട്ടുണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ടും അത്രയില്ല അല്ലേ, പർട്ടിക്കുലർ ഈ പോയിന്റ്. ഇങ്ങോട്ടോ ഉണ്ടോ. അപ്പൊ ഇത് കണക്ട് ചെയ്ത് വരുന്നുണ്ടോ, ഉണ്ടോ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഈ പോയിന്റ് വരെ ഉണ്ട് അല്ലേ. നേരെ ഇരുന്നിട്ട് മറ്റേ ഉമിനീരൊന്ന് ഇറക്കി നോക്കിയേ. കുറച്ച് നേരത്തെ പോലെയാണോ, കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫീലിംഗ് ഉണ്ടോ? ഗുഡ്. ഇനി നമുക്ക് ഈ കളർ ഒന്നുകൂടി ഇട്ട് നോക്കിയിട്ട് ഒരു 3-4 പൊട്ടുള്ളത് 2 പൊട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതാ പറഞ്ഞു. അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നാ വെച്ചാൽ നമുക്ക് ഇമോഷണലി നമ്മൾ കണക്ട് ആകുക, ടെൻസ്ഡ് ആകുക. ഇത് ഒന്നാമത് നമ്മള് വർക്ക് എത്രത്തോളം സോഷ്യൽ ഇഷ്യൂസ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ ചാടിക്കറി ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറെ വർഷങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഗലി നമ്മൾ ട്രാപ്ഡ് ആവും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ലീഗൽ വശങ്ങൾ നോക്കണം, അതുപോലെ തന്നെ മോറൽ വശങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അത്രയും സൂക്ഷിച്ച് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിലും ആളുകൾ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ടും. ഈ ഒരു മൂക്കിന് ചെറിയൊരു ഇതുണ്ട്, ഈ മൂക്ക് ഓക്കെയാണ്. അപ്പൊ അത് മൂപ്പര് ക്ലിയർ ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. ഓക്കെ. നമ്മൾ നേരത്തെ ചെയ്താണ്, കാരണം നേരത്തെ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു.
അപ്പോൾ അത് നമ്മൾ എടുത്ത സമയത്ത് വോയിസ് മൈക്ക് കണക്ട് ആയില്ല, സൗണ്ട് വേരിയേഷൻ നല്ല രീതിയിൽ കിട്ടിയിരുന്നു. അത് വരും. നമ്മൾ കണ്ണിന്റെ ഒരു സെക്ഷൻ നമ്മൾ ചെയ്തു, കണ്ണിന്റെ വ്യത്യാസം നിങ്ങൾ പറയുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവർ ടെസ്റ്റ് ചെയ്താ. പക്ഷെ അതൊക്കെ നമ്മൾ വോയിസ് കിട്ടാൻ മിസ്സായി പോയി അല്ലേ? ഓക്കെ, എനിവേ അപ്പൊ നമ്മളത് മൂക്കിന്റെ ഒരു ബ്ലോക്കിനുള്ള ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് ചെയ്തു, കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ റിസൾട്ട് കറക്റ്റ് അതിൽ വന്നിരുന്നു. പക്ഷെ മൈക്ക് കുഴപ്പമില്ല, അത് നമ്മൾ പറഞ്ഞാൽ പോരെ. ഇത് നമ്മൾ മൂക്കിന്റെ ഒരു സെക്ഷൻസിന് വേണ്ടിയാണ്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല മൂക്ക് അടഞ്ഞിരിക്കുന്ന മൂക്ക് നന്നായിട്ട് ഓപ്പൺ ആവും. സൈനസൈറ്റിസ് ആയിട്ടില്ലല്ലോ? സൈനസൈറ്റിസ് ആയിട്ടുണ്ടോ? മൂക്കിന്റെ സൈഡിലുള്ള വേദന അങ്ങനെയൊന്നുമില്ല. നന്നായിട്ടായി. ഇനി ഒരു ടെക്നിക്ക് കൂടെ കാണിച്ചു തരാം. കൈമടക്കുക, ഇങ്ങനെ കൈമടക്കുക, കഷ്ണം പൊക്കുക, കക്ഷത്തിനകത്തേക്ക് വെക്കുക, കക്ഷത്തിനകത്ത് പ്രസ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. ക്ലോസ് യുവർ ഐസ്, പതുക്കെ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത്, എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ. നേരെ ആയിരിക്കും. ഇത് മാക്സിമം പ്രസ് ചെയ്യണം. അപ്പുറത്ത് വെച്ച് വെക്കുക, ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്യണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, കഷത്തിനകത്ത് വരണം, എന്നിട്ട് പ്രസ് ചെയ്യണം. ഫുൾ ഒത്തിരി സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ആക്കുന്നത്. ഇനി ഒന്ന് എടുത്തേ, ഇനി നോക്കൂ. അപ്പം കാറ്റിന് കേറാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറി, ഒരുവിധം മാറി. ഇനി നോക്കി, കുറച്ചുകൂടെ മനസ്സിലായി. സാർ ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്റർനാഷണൽ ട്രെയിനറാണ്. ഇന്റർനാഷണൽ ലോകത്ത് എവിടെയും ക്ലാസ് എടുക്കാനുള്ള ഓതറൈസേഷൻ ഉള്ള ലെക്ചർ കൂടിയാണ്. അതെ സാർ എവിടുന്നാണ് ശരിക്കും? അല്ല, ഇതിന്റെ ലെക്ചർഷിപ്പ് നമ്മൾ എടുത്തിട്ടുള്ള ഡൽഹി പോയിട്ട് പഠിച്ചിട്ടാണ്. അതിന്റെ ലെക്ചർഷിപ്പ് എടുത്തിട്ടുള്ളത് തൊടുപുഴയിൽ ഉണ്ടായിരുന്നു, ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുംബൈയിൽ പോയി പഠിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ചെന്നൈയിൽ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും. പിന്നെ ഇപ്പം ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. മറ്റേ നമ്മൾ ചേർത്തല പോയി പഠിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇതിന്റെ ഓരോ ലെവൽ ക്ലാസ്സുകളാണ്, ഹയർ ക്ലാസ്സുകളാണ്. അപ്പൊ വർഷം ഇത് പ്രാക്ടീസ് ചെയ്തു? ഇത് ഞാൻ ടോട്ടൽ ഒരു 15 വർഷമായി. 15 വർഷത്തോളം. സുജോക്കിലേക്ക് വന്നിട്ട് ഒരു 8 വർഷത്തിൽ കൂടുതലായി. 8 വർഷത്തിൽ. അപ്പൊ അതിൽ ഞാനൊരു 35 to 40 വിവിധ തരത്തിലുള്ള തെറാപ്പി പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സുജോക്ക് തെറാപ്പിയാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്. യോഗ ട്രെയിനറാണ്, ഹിപ്നോട്ടിസ്റ്റ് ആണ്, റേക്കി മാസ്റ്റർ ആണ്, പ്രാണിക് ഹീലർ ആണ്, പെൻഡുലം ഡോസർ ആണ്. ഈ ഒരു തെറാപ്പി പഠിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ സാർ അവർക്കുള്ള ട്രെയിനിങ്. നമ്മൾ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻസ്. ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, ഹോമിയോ ഉണ്ട്, അതുപോലെ നമുക്ക് അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരെന്ന് പറയുന്നത് അസോസിയേഷൻ അവരെ സമ്മതിക്കത്തില്ല. അപ്പൊ അത് പേഴ്സണലായിട്ട് അവർ ചെയ്യുള്ളൂ. അല്ല പിന്നെ അവര് സ്വന്തമായിട്ട് ക്ലിനിക് ഇട്ടിട്ട് അവർ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. എന്തായാലും എന്റെ ചെവിയിൽ നല്ല രീതിയിലുള്ള മാറ്റം, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ സീഡിങ് ചെയ്താലാണ് അതിൽ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഞാനിപ്പോ ഇതാക്കുള്ളൂ. എനിക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ആയതിനു ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾ ആരും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനോ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സ്വീകരിക്കാനോ ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ് സ്വീകരിക്കാനോ ഞാൻ ആരും നിർബന്ധിക്കുന്നോ ആരോടും പറയുന്നതില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൺ ടൈം നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതൊരു സംഭവമാണ്. മൂപ്പര് അധികം പൈസ കാര്യങ്ങളോ വാങ്ങിക്കാത്ത ഒരാളാണ്. ഇപ്പൊ വരുന്ന സമയത്ത് ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള വരുന്ന സമയത്ത് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് വേണം വരാൻ. അപ്പൊ നിങ്ങൾ വൺ ടൈം വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ സലീറിനെ പരീക്ഷിച്ച് നോക്കാം. കണ്ണിന് നമ്മൾ ചെയ്തു, കാണിച്ചു, അതുപോലെ മൂക്കിന്റെ കാണിച്ചു, ഓപ്പൺ ആയി. പിന്നെ ചെവിയുടെ ടിനിറ്റസിന്റെ ഓൾമോസ്റ്റ് 80% പറഞ്ഞു. പിന്നെ വേറെ നമുക്ക് സംശയങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട്സ് ഇല്ല. എന്റെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ആളുകളെ എനിക്ക് എന്തായാലും എനിക്ക് 100% എനിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് എനിക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ആർക്കും പറ്റും, എന്റെ ഫീലിംഗ്സ് പറയാനേ പറ്റുള്ളൂ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ള ആ കാര്യങ്ങൾ പറയാന്നുള്ളൂ. സുജോക്കിനകത്ത് നമുക്ക് ഏത് രോഗത്തിനും നമുക്ക് ചികിത്സയുണ്ട്. അത് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. നമ്മളത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് സൈഡ് എഫക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഒരു കാരണവശാലും നമുക്ക് സൈഡ് എഫക്ട് ഇല്ല. അപ്പൊ അത് തന്നെ ഒരു പ്ലസ് അതാണ്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഞാനിപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഉള്ളോട്ടേക്ക് ഒരു മരുന്നില്ല, ഒരു കുത്തിവെപ്പില്ല, ഒരു ഇഞ്ചക്ഷൻ ഇല്ല. അതുപോലെ നമ്മൾ ശരീരത്തെ ഭാഗങ്ങൾ പിടിക്കണ്ട. അതൊരു വലിയ ഇഷ്യൂസ് ആണ്. ആണുങ്ങൾ പെണ്ണുങ്ങൾ വരുമ്പോഴത്തേക്കിന് അവിടെ മറ്റു ഭാഗങ്ങൾ പിടിച്ച് കോൺട്രവേഴ്സി ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകും. കൈ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ട്രീറ്റ്മെന്റ് കൈ വിരലിലെ 2 തള്ളവിരലും വെച്ചിട്ട് കൈപ്പത്തി മാത്രമുള്ള ട്രീറ്റ്മെന്റ്. ശരീര ഭാഗങ്ങൾ തൊടണ്ട, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. അത് തന്നെ വലിയ എത്ര പ്രഷർ പോയിന്റ് ഉണ്ട് ഒരു കയ്യിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. ഒരുപാട് അപ്പോൾ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ വരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ വീണ്ടും പറയണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുള്ള 100% ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യുക. കാരണം എനിക്ക് 2-3 ദിവസം കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ എനിക്ക്
ടോട്ടലി ഇത് ക്യൂർ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യും. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഒരുപാട് ലേറ്റ് ആയി പോയി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ബൈക്കിലൂടെ വന്നിട്ട് ഇപ്പൊ രാത്രിയായി സമയം. അതിനിടയ്ക്ക് കറണ്ടും പോയി കാര്യങ്ങൾ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മൈക്ക് വർക്ക് ചെയ്യാതെ പോയി. അതിൽ എന്റെ മൂക്കിന്റെ ഒരു ഇത് തുറന്ന കറക്റ്റ് സാധനമൊക്കെ ഉണ്ടായൊക്കെ പോയി. എന്തായാലും കുഴപ്പമില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ, ഒന്ന് ഇതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ളൊരു സജഷൻ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. നന്ദി. താങ്ക് യു.